ഈ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റുകളാണ് പറയാൻ പോകുന്നത്. ഇതിൽ സിറിയയ്ക്കുള്ളിൽ ഇസ്രായേൽ IDF ടീം ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാൻ്റെ ഉള്ളിൽ തുടരെ 7 സ്ഥലങ്ങളിൽ പൊട്ടിത്തെറി. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഗാസയ്ക്കുള്ളിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഗാസയ്ക്കുള്ളിൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങളാണ്. ഈ ആക്രമണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചെറിയ തോതിലല്ല, ശരിക്കും വൻ തോതിലുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നത്. അത് ബിൽഡിങ്ങുകളൊക്കെ നിലം പൊത്തുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇത്രത്തോളം എയർ സ്ട്രൈക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗാസയ്ക്കുള്ളിൽ എങ്ങനെയാണ് ചായക്കടയിലിരുന്ന് കൊച്ചു വർത്തമാനം പറയുന്ന പോലെ ഈ ആൾക്കാർ ആ മൂട്ടിൽ, ബിൽഡിങ്ങിൻ്റെ മൂട്ടിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് കറങ്ങി നടക്കുന്നത്? അപ്പോൾ എന്തായാലും അതൊന്നും IDFനെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. അവരുടെ മുന്നിൽ അവരുടെ ദൗത്യങ്ങളാണ്. അപ്പോൾ അവർക്ക് ഏൽപ്പിക്കപ്പെട്ട ആ കൃത്യമായിട്ടുള്ള ദൗത്യം അവർ പൂർത്തീകരിക്കുകയാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഗാസയ്ക്കുള്ളിൽ ഒരു കമാൻഡർ, ഹമാസ് കമാൻഡർ, ഈ കമാൻഡർ എന്ന് പറഞ്ഞാൽ അതായത് എമിലി എന്ന് പറഞ്ഞ ഒരു ലേഡി, ഒരു ബന്ദിയെ പിടിച്ചു വെച്ചിരുന്നത് ഇവൻ്റെ കസ്റ്റഡിയിലാണ്. അവൻ്റെ കസ്റ്റഡിയിലാണ് ആ ലേഡി ഉണ്ടായിരുന്നത്. ആ ലേഡിയെ പിടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും ആ ലേഡിക്ക് ഒരു ഫിംഗറൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു റിലീസായി വരുന്ന സമയത്ത്. കാരണം അവർ വെടിവെച്ച സമയത്ത് കൈ കൊണ്ട് തടഞ്ഞപ്പോഴത്തേക്ക് 2 ഫിംഗർ അറ്റുപോയിട്ടുണ്ടായിരുന്നു. ആ ബന്ദികളെ ആഘോഷപൂർവ്വം ഹമാസ് മോചിപ്പിച്ച ആ സമയത്ത് അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 4 പേർ റിലീസ് ചെയ്യപ്പെട്ടതിൽ ഈ എമിലിയും ഒരു ലേഡിയാണ്. അപ്പോൾ എന്തായാലും ആ കസ്റ്റഡിയിൽ വെച്ചിരുന്ന അവനെ തന്നെയാണ് വധിച്ചിരിക്കുന്നത്. മുഹമ്മദ് നാസർ കമീറ്റ എന്ന് പറഞ്ഞ ഈ ഒരു ഹമാസിന്റെ കമാൻഡറെയാണ് വധിച്ചിരിക്കുന്നത്. അതിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ IDF തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് ഡേ ബിഫോർ യെസ്റ്റർഡേ, മിനിഞ്ഞാന്നോടുകൂടി ഏതാണ്ട് 38 ആക്രമണങ്ങളാണ് ഗാസയ്ക്കുള്ളിൽ നടന്നത് എങ്കിൽ ഇന്നലെയോടുകൂടി, ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഏതാണ്ട് 70+ ആക്രമണങ്ങൾ കൂടി ഗാസയ്ക്കുള്ളിൽ നടത്തിയിരിക്കുകയാണ്. അങ്ങനെ ടോട്ടൽ 100+ ആക്രമണങ്ങളാണ്, 100+ അറ്റാക്കുകൾ. ഇത് എയർ സ്ട്രൈക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 100+ എയർ സ്ട്രൈക്കാണ് ഗാസയ്ക്കുള്ളിൽ നടത്തിയിരിക്കുന്നത് IDF. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ആ എണ്ണം കുത്തനെ കൂടിയിരിക്കുകയാണ്. ഒരു സൈഡിൽ സീസ് ഫയറുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻസ് ദോഹയിൽ പുരോഗമിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഗാസയ്ക്കുള്ളിൽ ആക്രമണം ശക്തമായി തുടരുന്നത് IDF. ട്രംപ് ആണെങ്കിൽ വല്ലാത്ത കോൺഫിഡൻസിലാണ്. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും സീസ് ഫയർ ഉറപ്പാക്കും ഒരാഴ്ചയ്ക്കുള്ളിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിതിൻ ദിസ് വീക്കിൽ, ഈ ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ മാക്സിമം ബൈ 1 വീക്കിൽ സീസ് ഫയർ നടപ്പിലാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നെതന്യാഹുവിൻ്റെ മേളിൽ ഹൈ പ്രഷർ ഇടുന്നുണ്ട് അമേരിക്കയുടെ സൈഡിൽ നിന്നും. അപ്പോൾ ആ ഒരു ടൈം ലൈനിനുള്ളിൽ സമയബന്ധിതമായിട്ട് മാക്സിമം ഹമാസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാ പ്രവൃത്തികളും IDF ഗാസയ്ക്കുള്ളിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രത്യാഘാതമാണ് ഞാൻ ഈ വെച്ചിരിക്കുന്ന ക്ലിപ്പുകളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ആ രീതിയിൽ അഗ്രസീവായിട്ടുള്ള അറ്റാക്കാണ് ഗാസയ്ക്കുള്ളിൽ നടക്കുന്നത്. രക്ഷപ്പെടുന്നവൻ ഓടി രക്ഷപ്പെട്ടോ എന്ന് മാത്രമേ ഇസ്രായേലിനും IDFനും പറയാനുള്ളൂ. അതായത് ഇസ്രായേൽ ഒരു റിവൈസ്ഡ് മാപ്പ്, ഗാസ മാപ്പ് സീസ് ഫയർ ടോക്കിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ആ ഒരു സ്പെഷ്യൽ മിനിസ്റ്റേഴ്സിനെയൊക്കെ വിളിച്ച് കൂട്ടി ആ ഒരു മാപ്പ് രൂപപ്പെടുത്തിയെടുത്തതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട്, ചില ഫ്ലെക്സിബിലിറ്റീസ് ഒക്കെ വരുത്തിക്കൊണ്ട് അയച്ചിട്ടുണ്ട്. ഒരു പ്രശ്നം വീണ്ടും അവിടെ ചർച്ചയാകുന്നത് ഈ റഫ ഭാഗത്ത്, അതായത് സദൻ ഗാസ ഭാഗത്ത്, റഫ ഗേറ്റിൻ്റെ ആ ഭാഗത്ത് വിഡ്രോവൽ വേണം എന്നാണ് ഹമാസ് ആവശ്യപ്പെടുന്നത്, IDFൻ്റെ വിഡ്രോവൽ. പക്ഷേ അത് ഇസ്രായേൽ സമ്മതിച്ചിട്ടില്ല. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് വീണ്ടും ചർച്ചയാകുന്നത്. പാലസ്തീനിയൻ അതോറിറ്റിയുടെ മുഹമ്മദ് അബ്ബാസ് പറഞ്ഞിരിക്കുന്നത് ഹമാസ് എത്രയും വേഗം ഈ ബന്ദികളെയൊക്കെ ഒന്ന് വിട്ടയച്ചിട്ട് ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കണം. കാരണം ഒരു സൈഡിൽ നിങ്ങൾക്ക് ന്യായം കിട്ടുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ബന്ദികളെ കൈവശം വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ഗ്ലോബൽ സപ്പോർട്ട് പോലും ഇസ്രായേലിൻ്റെ അടുത്ത് ആര് പോയി ഒരു വോയിസ്, ഹമാസിന് വേണ്ടിയിട്ട് ഒരു വോയിസ് ഉയർത്തി സംസാരിക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. കാരണം ഇസ്രായേലിൻ്റെ അടുത്ത് പോയി ഈ സീസ് ഫയറുമായിട്ട് ബന്ധപ്പെട്ട് ഹമാസിന്റെ പേരിലുള്ള ചർച്ച ഓപ്പൺ ചെയ്യുമ്പോഴേ ഇസ്രായേൽ പറയുന്നത് ഈ ബന്ദികളെ പിടിച്ചു വെച്ചിരിക്കുന്ന വിഷയമാണ്. ഒക്ടോബർ 7 ഈ വിഷയം തുടങ്ങിയത്. അപ്പോൾ ഒക്ടോബർ 7 കൊണ്ടുപോയ ബന്ദികൾ ഇപ്പോഴും ഹമാസിന്റെ പക്കൽ ഇരിക്കുന്ന സ്ഥിതിക്ക് എങ്ങനെയാണ് ഹമാസിന്റെ പേരും പറഞ്ഞ് ഒരു അറബ് രാജ്യത്തിന് പോലും ഇസ്രായേലിൻ്റെ അടുത്ത് പോയിട്ട് സീസ് ഫയറുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച നടത്താൻ കഴിയില്ല? സീസ് ഫയർ ചർച്ച അവർ നടത്തുന്നുണ്ട്, പക്ഷേ ഇസ്രായേലിന്റെ ഡോമിനേഷനാണ് അവിടെ ഉള്ളത്. കാര്യം എല്ലാ ചർച്ചകളിലും ഇസ്രായേൽ ഉന്നയിക്കുന്ന ഒറ്റ പോയിന്റ് ബന്ദിമോചനമാണ്. ഈ ബന്ദിമോചനം നടത്താത്തത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല. അതുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ അടുത്ത് നെഗോസിയേഷൻ ചെയ്യാൻ ഇത്രമാത്രം ബുദ്ധിമുട്ടുന്നത്. അതാണ് വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതുകൊണ്ടാണ് ഹമാസിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള സീസ് ഫയർ ഡീലിന് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ബന്ദികളെ ഹമാസ് വിട്ടയച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഈ ഒരു സെനാറിയോ മാറും. എങ്ങനെ മാറും എന്ന് പറഞ്ഞാൽ ഹമാസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗാസയിൽ വീണ്ടും പുനർനിർമ്മാണം, ഹമാസ് ഇവിടെ ഈ രീതിയിൽ ഒതുങ്ങി നിൽക്കും, ഇല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് ഏരിയ കൊടുക്കാം എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ വരും. അപ്പോൾ അത് ബന്ദികളെ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഹമാസ് വീക്കായിക്കൊണ്ടേ പോകുന്നത്. അത് ഹമാസിന് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു തമാശ. ആ തമാശയല്ല, ശരിക്കും ഈഗോയാണ്. അപ്പോൾ അതുകൊണ്ട് പിടിച്ചുകൊണ്ട് വന്ന ബന്ദികളെ അങ്ങനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവരത് തോൽവി എന്നുള്ള നിലയിലാണ് കരുതുന്നത് ഹമാസ്. അതുകൊണ്ടാണ് അവർക്ക് വിട്ടുകൊടുക്കാൻ പറ്റാത്തത്.
അതുപോലെ ഞാനിവിടെ ഒരു വീഡിയോ വെക്കുന്നുണ്ട്. ഡ്രൂസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആ കൊനേട്ര ഭാഗത്ത്, സിറിയയുടെ ഭാഗത്ത് താമസിക്കുന്ന ഡ്രൂസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആ ലീഡർ ഇസ്രായേലിന് കൊടുക്കുന്ന മെസ്സേജാണ്. ഇസ്രായേൽ, നിങ്ങൾ ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടായിരുന്നല്ലോ, ഇപ്പൊ ഞങ്ങൾക്കെതിരെ ഇതുപോലെ ആക്രമണങ്ങൾ വരുന്നുണ്ട്. എനിമീസ് സറൗണ്ടഡ് ബൈ അസ്. ഈ ഞങ്ങൾക്കെതിരെയുള്ള ആൾക്കാർ ഞങ്ങളെ ചുറ്റി വളഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്ത് സഹായമാണ് നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു അഭ്യർത്ഥന അതാണ് വെച്ചത്. ആ അഭ്യർത്ഥന മാനിച്ച് ഇസ്രായേൽ കളത്തിലിറങ്ങിയിരിക്കുകയാണ്. ഇസ്രായേൽ കളത്തിലിറങ്ങിയത് മാത്രമല്ല, തവിട് പൊടിയായിട്ട് അങ്ങ് തച്ച് തകർത്തിരിക്കുകയാണ് സിറിയയിലെ ഒരു ഏരിയ മൊത്തം. ആ ഏരിയ മൊത്തം ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞു. എയർ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട് സിറിയക്കുള്ളിൽ. ഇതറിഞ്ഞപാടെ HTSന്റെ ജൊലാനിയുടെ ടീമുകളെ അങ്ങ് വിട്ട്, മറ്റേ പിക്കപ്പ്, നിസാന്റെ പിക്കപ്പില്ലേ, ആ പിക്കപ്പിൽ കുറെ ആൾക്കാർ ഈ ഷർട്ടും കറക്കിക്കൊണ്ട് ഇങ്ങനെ അവരുടെ ആ ശൈലിയിൽ അതുപോലെ അങ്ങ് വന്ന്, തീവ്രവാദ ശൈലിയിലാണ് അവർ വരുന്നത്. ഈ പിക്കപ്പ് ട്രക്കും മറ്റേ തോക്കും ഇവരുടെ ഒരു സിമ്പലാണ്. ആ സിമ്പലാണ് പ്രധാനപ്പെട്ട സിമ്പൽ. അത് നിങ്ങൾക്ക് ത്രൂ ഔട്ട് താലിബാനിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും അതുപോലെ ഇറാന്റെ ഉള്ളിലും യമനിലും അതേപോലെ ഈ തീവ്രവാദ സംഘടനകൾക്കെല്ലാം ഈ ഒരു സെയിം സിമ്പൽ ഉണ്ട്. ആ സിമ്പൽ ഇതാണ്. അതാണ് ഈ ഒരു പിക്കപ്പ് ട്രക്ക്. ഈ ട്രക്ക് നിസാന്റെ ട്രക്ക്, ചെറിയൊരു ട്രക്ക്. ആ ട്രക്കിൽ കുറെ ആൾക്കാർ വന്ന് അവിടെ ഇറങ്ങി ഭയങ്കര ഡാൻസും ബഹളമൊക്കെ ആയിരുന്നു. പക്ഷെ തോക്ക് കൊണ്ടുള്ള ഡാൻസ് ആയിരുന്നു, അത്രേ ഉള്ളൂ. അതിന്റെ ഫൂട്ടേജ് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്, അതും കൂടെ കണ്ടോളൂ. ആ ഡാൻസാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. അപ്പൊ ആ ഡാൻസ് കഴിഞ്ഞ് യുവമാരെല്ലാം തന്നെ ഈ ബദൂവിയൻ എന്ന് പറഞ്ഞ ആ ഒരു ഗോത്രത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഡ്രൂസിനെ എതിർത്തങ്ങൾക്ക്, അതായത് ഡ്രൂസ് കമ്മ്യൂണിറ്റിക്കെതിരെ ഒരു ആക്രമണം അഴിച്ചു വിട്ട് കളയാം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ വന്നിറങ്ങിയപ്പോഴാണ് സംഭവം മനസ്സിലായത്. വന്നിറങ്ങിയപാടെ തിരിച്ച് വിളി വന്ന്, അവിടെ ജോലാനിയുടെ ഓഫീസിൽ നിന്ന് വിളി വന്ന്, നിങ്ങൾ മടങ്ങിക്കോളി, സംഭവം അവിടെ IDF ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് വന്ന പാടെ യുവമാർ വന്ന രീതിക്ക് തന്നെ അതേപോലെ മടങ്ങി പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇസ്രായേൽ തകർത്ത് വെച്ച് ആക്രമണം നടത്തി ആ ഒരു എൻറ്റയർ ഏരിയ കൈപ്പറ്റിയിട്ടുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതായത് ഡ്രൂസ് കമ്മ്യൂണിറ്റിക്ക് ഒരു എൻറ്റയർ ഏരിയ ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. ഞാൻ ഈ കാണിക്കുന്ന മാപ്പിൽ ഈ താഴെ ഡ്രൂസ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ആ ഒരു ഡാർക്ക് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ആരോ മാർക്കിൽ കാണിക്കുന്ന സ്ഥലം, അതും ഡ്രൂസ് കമ്മ്യൂണിറ്റിയുടെ തന്നെയാണ്. പക്ഷേ ഇപ്പൊ കൺഫെഡറേഷൻ നടന്നത് ശരിക്കും കുറച്ചുകൂടെ മുകളിലാണ്. അതായത് ഡ്രൂസ് കമ്മ്യൂണിറ്റി കുറച്ചുകൂടെ മേളിൽ അങ്ങ് താമസിക്കുന്നുണ്ട് ആ ഭാഗത്ത്. അതായത് ഇത് ഡ്രൂസ് കമ്മ്യൂണിറ്റി മേജറായിട്ട് ഈ താഴെ കാണുന്നത് ഡ്രൂസ് കമ്മ്യൂണിറ്റി മേജറായിട്ട് അവരുടെ കൈവശം വെച്ചിരിക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ, മുകളിൽ ഗോലാൻ ഹൈറ്റ്സിന്റെ ഭാഗത്ത് തൊട്ട് താഴെ അവിടെ ഒരു ചെറിയ കമ്മ്യൂണിറ്റിയാണ് അവിടെ ഉള്ളത്. ആ കമ്മ്യൂണിറ്റിക്കെതിരെയാണ് ആക്രമണങ്ങൾ എപ്പോഴും നടക്കുന്നത്. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം. ആ കമ്മ്യൂണിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിന്റെ ലീഡർ ഇങ്ങനെ ഇസ്രായേലിന്റെ സഹായം തേടിയത്. അപ്പോൾ അത് IDF വളരെ വൃത്തിയായിട്ട് ആ പണി ചെയ്ത് അങ്ങ് തീർത്തിട്ടുണ്ട്. രാവിലെ തന്നെ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ രാവിലെ തന്നെ ഭയങ്കര ടെൻഷനായിരുന്നു. അതായത് IDF ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇനി സിറിയയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും റിറ്റാലിയേഷൻസ് വല്ലതും നടക്കുമോ, അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇനി തുർക്കി ഇൻവോൾവ് ആകുമോ, അപ്പോൾ അങ്ങനെയൊക്കെ പല രീതിയിലുള്ള സ്പെക്കുലേഷൻസും അനാലിസിസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇസ്രായേൽ ഒറ്റയ്ക്ക് തന്നെ ആ സ്ഥലം ക്യാപ്ചർ ചെയ്തിരിക്കുകയാണ്. ഇസ്രായേൽ അൽ സുവൈദിയ എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയാണ് സിറിയയിൽ ക്യാപ്ചർ ചെയ്ത് ഡ്രൂസ് കമ്മ്യൂണിറ്റിക്ക് നൽകിയത്. ഇത് തീർച്ചയായിട്ടും ഡ്രൂസ് ഇസ്രായേലിനൊപ്പം ചേരാൻ വേണ്ടിയിരിക്കുകയാണ്. ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റി ഇസ്രായേലിനോടൊപ്പം ചേരാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഇട്ട സെക്കൻഡ് ലാസ്റ്റ് വീഡിയോയിൽ തന്നെ ഇതിനെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കൂടുതൽ സ്ഥലം ഇസ്രായേലിന്റെ പക്കൽ വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും IDF നടത്തിയ ഒരു ഓപ്പറേഷൻ ഈ സ്ഥലം കൂടി ഇസ്രായേലിനോടൊപ്പം ചേർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതിൽ യാതൊരു മാറ്റമില്ല. ഇനി നമ്മൾ നേരെ ഇറാനിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ 7 സ്ഥലത്ത് ഇന്നലെ പൊട്ടിത്തെറി. ഈ 7 സ്ഥലത്ത് പൊട്ടിത്തെറിഞ്ഞാൽ ഇറാൻ ഇതിനെക്കുറിച്ച് പുറത്ത് വലുതായിട്ട് പറയാനൊന്നും താല്പര്യപ്പെടുന്നില്ല. അതാണ് ആദ്യത്തെ വിഷയം. പിന്നെ ഇറാന്റെ ഉള്ളിലുള്ള ചില മാധ്യമങ്ങൾ 1-2 ഇമേജ് ഒക്കെ ഇതിനെക്കുറിച്ച് പുറത്ത് ലീക്ക് ചെയ്തിട്ടുണ്ട്. ഈ ന്യൂസ് ഇത് ഇറാൻ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് ഗ്യാസ് ലീക്ക് മൂലമുണ്ടായ പൊട്ടിത്തെറിയാണ്. 7 സ്ഥലങ്ങളിൽ ഗ്യാസ് ലീക്ക് ആണെന്ന്. അപ്പോൾ അത് നമ്മൾ വിശ്വസിച്ചോണം, മനസ്സിലായോ? കേൾക്കുന്നവരതങ്ങ് വിശ്വസിച്ചോണം. പക്ഷേ ഇത് ഏത് കണ്ണുപൊട്ടനും മനസ്സിലാവും ഇത് മൊസാദിന്റെ ഓപ്പറേഷനാണ്, ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തുടരെ പല വീഡിയോകളിലും മൊസാദിന്റെ ഓപ്പറേഷൻ നടക്കുന്ന എല്ലാ ദിവസങ്ങളിലും നമ്മൾ കൃത്യമായിട്ട് അത് അപ്ഡേറ്റ് ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ 7 സ്ഥലങ്ങളിലാണ് പൊട്ടിത്തെറി ഉണ്ടായത്. അതിൻ്റെ ചില ഫൂട്ടേജസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അത് ഞാൻ ഇവിടെ സൈഡിൽ വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കർജ് എന്ന് പറഞ്ഞ സ്ഥലത്തും അതുപോലെ കോം എന്ന് പറഞ്ഞ സ്ഥലത്തും. ഈ കോമിലാണ് ഇവരുടെ ഈ ഷിയ മുസ്ലിംസിന്റെ പഠന കേന്ദ്രം, അതായത് ഈ മത നേതാക്കളായിട്ട് വളർത്തിയെടുക്കാനുള്ള പഠന കേന്ദ്രമുള്ളത് അവിടെ കോമിലൊരു സ്പെഷ്യൽ സെന്റർ തന്നെയുണ്ട്, ജിഹാദ് സെന്റർ. ആ കോം എന്ന് പറഞ്ഞ സ്ഥലത്തും ഈ ഒരു ആക്രമണം നടന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഈ റിലീജിയസ് സെന്ററിലല്ല, ആ സിറ്റിക്കുള്ളിൽ ഈ കോം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഫൂട്ടേജാണ് ഞാൻ ഇവിടെ വെക്കുന്നത്. അത് നിങ്ങൾ കണ്ടോളൂ. നല്ല രീതിയിലുള്ള പൊട്ടിത്തെറിയാണ്. ഇതൊന്നും
ഇതൊന്നും ഗ്യാസ് ലീക്കിൽ പൊട്ടിത്തെറിക്കുന്നതല്ല. അത് കണ്ടാൽ തന്നെ അറിയാം അവിടെ നല്ല രീതിയിൽ ഒരു ആക്രമണം നടന്നിട്ടുണ്ട്, ഒരു അറ്റാക്ക് നടന്നിട്ടുണ്ട്. മിക്കവാറും ഡ്രോൺ അറ്റാക്ക് നടന്നതായിട്ടുള്ള സൂചനകളാണ് അതിൽ കാണാൻ കഴിയുന്നതായിട്ട് ഈ വീഡിയോയുടെ താഴെ തന്നെ എഴുതിയിട്ടുണ്ട്. അത് വായിച്ചിട്ടാണ് ഞാൻ ഈ എക്സ്പ്ലനേഷൻ പറയുന്നത്. ഇതുകൂടാതെ തെഹ്റാനിൽ 2 സ്ഥലങ്ങളിൽ, പിന്നെ മെഹദ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതുപോലെ തബ്രീസ്, ഇത്രയും സ്ഥലങ്ങളിൽ. അപ്പോൾ 5+2 മൊത്തം 7 സ്ഥലങ്ങളിലാണ് ഇന്നലെ ആക്രമണം നടന്നത് ഇറാന്റെ ഉള്ളിൽ. ഇനി ഇതിലുപരിയായിട്ട് ഇറാന്റെ ഉള്ളിൽ ഒരു വൻ ഫ്ലഡ് പെട്ടെന്ന്, മേഘവിസ്ഫോടനമോ അങ്ങനെ എങ്ങനെ, ഈ മേഘവിസ്ഫോടനം നമുക്ക് പറയാം, പക്ഷേ ഏത് രീതിയിൽ വന്ന ഫ്ലഡ് ആണെന്നുള്ള വിശദീകരണമൊന്നും അവിടെ എഴുതിയിട്ടില്ല. പക്ഷേ വമ്പൻ ഒരു പ്രളയം, പാലവും സൈഡിലുണ്ടായിരുന്ന വീടും അതുപോലെ വണ്ടിയും എല്ലാം കുത്തി ഒലിച്ചങ്ങ് എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലാണ് ആ ഒരു ഫ്ലഡ് ഉണ്ടായിരുന്നത്. അത് ഇമീഡിയറ്റ് ഫ്ലഡ് ആയിരുന്നു, സഡൻലി വന്നൊരു ഫ്ലഡ്. പിന്നെ പെസസ്ക്യാന് ഒരു അപകടമുണ്ടായ വാർത്ത ഇപ്പോഴാണ് മാധ്യമങ്ങൾ കയറി, നമ്മൾ ഓൾറെഡി തന്നെ ഇത് അപ്ഡേറ്റ് ചെയ്തതാണ്. അപ്പോൾ അതായത് പെസസ്ക്യാൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ പരിക്കുണ്ടായിരുന്നതാണ്. ചെറിയ പരിക്ക്, അവർ ഇസ്രായേലിൻ്റെ ആക്രമണം നടന്ന സമയത്ത് കാലിൽ ചെറിയ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. വളരെ ക്രൂഷ്യൽ മൊമെന്റിൽ നിന്നാണ് രക്ഷപ്പെട്ട് വന്നിരിക്കുന്നത് എന്ന് വേണം പറയാൻ. ഇപ്പോൾ ഇറാനിൽ ഇതിങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമേരിക്ക ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ, ഇറാൻ ഒരു ദിവസം രാത്രി ഖത്തറിൻ്റെ എയർബേസിലേക്ക് അൽ ഉദൈദിൽ മിസൈൽ അയക്കുന്നു. 17 മിസൈലോളം അയക്കുന്നു. 2 മിസൈൽ ആ ബേസിൽ വീണിട്ടുണ്ട്. ഇത് നമ്മൾ അന്നേ അപ്ഡേറ്റ് ചെയ്ത വിഷയമാണ്. പക്ഷേ അന്ന് രാത്രി തന്നെ ഡൊണാൾഡ് ട്രംപ് ഈ യുദ്ധം നിർത്താൻ പാടില്ലായിരുന്നു. അതാണ് ഡൊണാൾഡ് ട്രംപ് ചെയ്ത മിസ്റ്റേക്ക്. അപ്പോൾ അതായത് അമേരിക്കയുടെ ബേസുകളെ, മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ ബേസുകളെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അമേരിക്കൻ ബേസിലേക്ക് ആരെങ്കിലും മിസൈൽ വിട്ട് കഴിഞ്ഞാൽ അത് സെൽഫ് റെസ്പെക്റ്റിന്റെ ഭാഗമായിട്ട് അമേരിക്ക കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അമേരിക്കയെ കൊണ്ട് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രോക്സികൾക്കൊക്കെ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അതായത് അമേരിക്കൻ ബേസിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത്. ആ ഒരു മെസ്സേജാണ് ട്രംപ് ഖത്തറിലേക്ക് ഇറാൻ മിസൈൽ അയച്ചപ്പോഴത്തേക്കും അന്ന് രാത്രി തന്നെ ഈ ഒരു സീസ് ഫയർ ഉണ്ടാക്കി കൊടുത്ത് ഈ ഒരു സിറ്റുവേഷൻ, അതായത് അമേരിക്കയുടെ ഈ ഒരു ക്യാരക്ടർ ഇറാനും ഇറാന്റെ പ്രോക്സികൾക്കും മനസ്സിലാക്കി കൊടുത്തതായിട്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കുമ്പം അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് എന്താണ് ഇപ്പോൾ സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഇറാഖിൻ്റെ ബേസിൽ, ഇർബിലുള്ള ഇറാഖിൻ്റെ ബേസിൽ ഏതാണ്ട് 15-16ഓളം ഡ്രോൺ അറ്റാക്ക് നടന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ ഇന്റർസെപ്റ്റ് ചെയ്തു എന്ന് അമേരിക്കയുടെ സൈഡിൽ നിന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും 15-16ഓളം ഡ്രോൺ അറ്റാക്ക് ഈ ഇറാഖിൻ്റെ ഉള്ളിലുള്ള മലേഷ്യ ഗ്രൂപ്പുകൾ, അതായത് സിറിയയ്ക്ക് എതിരെ നിൽക്കുന്ന മലേഷ്യ ഗ്രൂപ്പുകൾ, ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഫൂട്ടേജ് തന്നെ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതായത് 3 രാജ്യങ്ങളുടെ ഫ്ലാഗ് ഒക്കെ വെച്ചുകൊണ്ട് ഒരു ഡാൻസ് ഒക്കെ കളിക്കുന്ന വീഡിയോ നിങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. ആ ടീമുകളാണ് ഇതിൻ്റെ പുറകിൽ. കാരണം അവർക്ക് സിറിയയിലോട്ട് വരണം എന്നാണ് ആഗ്രഹം. അപ്പം അതുകൊണ്ട് അമേരിക്ക ഇങ്ങനെ കുത്തി വലിച്ചിങ്ങ് കൊണ്ടുവരികയാണ്. ഇപ്പം അവർ ഇറാഖിലുള്ള അമേരിക്കൻ ബേസിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അവർ പതിയെ സിറിയയിലേക്ക് നീങ്ങും. അത് സിറിയയിലേക്ക് നീങ്ങാനുള്ള കാരണം എന്താണ്? ഇറാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടെ സിറിയയിൽ ഒരു അട്ടിമറി. കാരണം അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭരണകൂടമാണല്ലോ അവിടെ തകർന്നു വീണത്, അസാദ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കുക, അതുവഴി പതിയെ നുഴഞ്ഞു കയറി അങ്ങ് ലബനാൻ വരെ എത്തുക, ഇതൊക്കെ തന്നെയാണ് അവരുടെ ദൗത്യം. അപ്പോൾ അതായത് അവർ ഒരിക്കലും പരാജയം അംഗീകരിക്കാൻ തയ്യാറാവാതെ വീണ്ടും എങ്ങനെയെങ്കിലും ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ പ്രോക്സികളെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതൊക്കെ അമേരിക്കയാണ് തീരുമാനിക്കേണ്ടത്. ട്രംപ് വലിയ സമാധാനപ്രിയനാണ്, നൊബൽ പ്രൈസ് മേടിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റ രാത്രി കൊണ്ട് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ആ ഒരു കൺഫ്രണ്ടേഷന് വളരെ സ്വിച്ച് ഇട്ടതുപോലെ നെതന്യാഹുവിനെ പിടിച്ച് അങ്ങനെ നിർത്തിക്കളഞ്ഞു. നിർത്തിപ്പിച്ചത് വലിയൊരു മിസ്റ്റേക്ക് ആണെന്ന് വളരെ വൈകാതെ തന്നെ അമേരിക്ക തിരിച്ചറിയും, പ്രത്യേകിച്ച് ട്രംപ് തിരിച്ചറിയും. എന്ന് പറഞ്ഞ ഒരു അമേരിക്കയുടെ GHF എന്ന് പറഞ്ഞ സംഘടനയാണ് ഗാസയ്ക്കുള്ളിൽ എയ്ഡ് വിതരണം നടത്തുന്നത്. അതായത് ഈ ഫുഡ് ആൻഡ് സപ്ലിമെന്റ്സ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സംഘടന നിർബന്ധമായിട്ടും എയ്ഡ് കൂടുതൽ വിതരണം ചെയ്യണം എന്നുള്ള രീതിയിൽ കൂടുതൽ വിതരണം ചെയ്യുകയാണ്, കൂടുതൽ വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതേസമയം ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്നും നെതന്യാഹുവിന് ഒരു പ്രഷർ വന്നിട്ടുണ്ട്. നമ്മളുടെ ബന്ദികളെ ഇതുവരെ അവർ വിട്ടുതരാനുള്ള യാതൊരു മാർഗവും സ്വീകരിക്കുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് നമ്മൾ ഇങ്ങനെ എയ്ഡ് കൊണ്ട് കൊടുക്കുന്നത് എന്നുള്ള ചോദ്യം നെതന്യാഹുവിനടുത്ത് ഒരു പ്രഷർ രൂപത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അതായത് എയ്ഡ് സപ്ലൈ കൂടുതൽ കൊടുക്കണ്ട, അത് കട്ട് ചെയ്യാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കൂടി ഈ സീസ് ഫയർ ഡീൽ, അതായത് ദോഹയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച പരാജയപ്പെട്ടാൽ എയ്ഡ് വരെ നിർത്താനുള്ള സാഹചര്യം രൂപപ്പെടുന്നുണ്ട്. അതിൻ്റെ പിന്നാമ്പുറ ചർച്ചകളും കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വാർത്തകൾ കുറേ ഉണ്ട്. ഞാൻ അടുത്ത വീഡിയോയിൽ ഇത് ആഡ് ചെയ്യാം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.